ഏവർക്കും റിയാസ് ട്രാവൽ ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള എൻ്റെ യാത്ര തുടരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ലുക്ലയുടെ സമീപ പ്രദേശമായ സുർക്കയിലാണ്. മോശം കാലാവസ്ഥ കാരണം കാഠ്മണ്ഡുവിൽ നിന്നും ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് എല്ലാം റദ്ദാക്കിയത് കാരണമാണ് എനിക്ക് സുർക്കയിൽ നിന്നും ട്രെക്കിംഗ് ആരംഭിക്കേണ്ടി വന്നത്. മലകളുടെ അടിവാരത്ത് നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ജനവാസ കേന്ദ്രമാണ് സുർക്കെ. സമുദ്രനിരപ്പിൽ നിന്ന് 2535 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആ മുൻപിൽ കാണുന്ന മലകയറി വേണം ഫാക്ടിങ്ങിലേക്കുള്ള പ്രധാന വഴിയിൽ എത്തിച്ചേരാൻ. മനോഹരമായ ഭൂപ്രകൃതിയോടൊപ്പം ഫലഭൂയിഷ്ഠമായ ഭൂമിയും സുർക്കയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഇത് തടാകമാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. ചുറ്റുമുള്ള കരയുടെ ഘടന ഈ വാദത്തെ പിന്തുണയ്ക്കുന്നതാണ്. ഇവിടെ നിന്നും 8 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെക്കിങ്ങിനൊടുവിലാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനമായ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിച്ചേരുക. അതിൽ 2 അക്ലിമൈറ്റൈസേഷൻ ഡേയ്സും ഉൾപ്പെടുന്നു. ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയോട് ശരീരം പൊരുത്തപ്പെടാനുള്ളത് കൊണ്ടാണ് അക്ലിമറ്റൈസ് ചെയ്യേണ്ടി വരുന്നത്. ഓരോ ദിവസവും 8 മുതൽ 12 കിലോമീറ്റർ ദൂരം ട്രെക്കിംഗ് ചെയ്യാനുണ്ട്. ആദ്യ ദിവസമായ ഇന്ന് ഫാക്ടിംഗ് വരെയാണ് ട്രെക്കിംഗ്. മുമ്പൊരു ട്രെക്കിംഗ് ചെയ്തു പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ തുടക്കത്തിലെയുള്ള ഈ മലകയറ്റത്തിൽ നന്നായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഒരുവിധം കുന്നിൻമുകളിലെത്തി ഞങ്ങൾ ഫാക്ടിങ്ങിലേക്കുള്ള പ്രധാന പാതയിലേക്ക് പ്രവേശിച്ചു. അങ്ങിങ്ങായി ചില വീടുകൾ കാണാം. കുന്നിൻ ചെരുവിലൂടെയുള്ള അല്പം വീതി കുറഞ്ഞ ഒരു പാതയാണ്. വിജനമായി നീളുന്ന ആ പാതയിലൂടെ ഇടയ്ക്കെപ്പോഴോ ആളുകൾ നമ്മെ കടന്നു പോകുന്നു. വാഹനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ സ്വപ്നങ്ങൾ മാത്രമാണ്. കുതിരകൾ, കഴുതകൾ, യാക്കുകൾ എന്നിവയ്ക്ക് പുറമെ ഇവയുടെ സങ്കരയിനങ്ങളിൽപ്പെട്ടവയെയും ചരക്കുഗതാഗതത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നു. ഇതിനു പുറമെ ഗ്രാമീണർ സാധനങ്ങൾ തലച്ചുമടായും കൊണ്ടുപോകുന്നു. പ്രകൃതിരമണീയമായ മലഞ്ചെരുവിലൂടെയുള്ള പാത വളരെ മനോഹരമാണ്. മലമുകളിൽ നിന്നും ഉദ്ഭവിക്കുന്ന കാട്ടുചോലകൾ നമ്മെ തഴുകിത്തലോടി താഴോട്ട് പതിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. കാഠ്മണ്ഡുവിൽ നിന്നും എത്താൻ ഞാൻ വൈകിയതുകൊണ്ട് ഇന്നത്തെ ട്രെക്കിങ്ങും അല്പം വൈകിയാണ് തുടങ്ങാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് ഫാക്ടിങ്ങിൽ എത്തിച്ചേരുമോ എന്ന കാര്യം സംശയമാണെന്ന് മദൻ എന്നോട് സൂചിപ്പിച്ചു. ഇരുട്ടുമൂടിയാൽ പിന്നെ വളരെ അപകടം നിറഞ്ഞതാണ് ഇതുവഴിയുള്ള യാത്ര. അതുകൊണ്ട് തന്നെ ഇരുട്ടുമൂടുന്നതിന് മുമ്പ് ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ എത്തിച്ചേരണം. താമസിക്കാനുള്ള സൗകര്യങ്ങളുള്ള ഗ്രാമങ്ങളിലൂടെയാണ് വഴി കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇരുട്ടു പരക്കുന്നത് വരെ യാത്ര തുടരാമെന്ന് മദൻ പറഞ്ഞു. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ട്രെക്കിംഗ് റൂട്ടുകളിൽ ഒന്നാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കിംഗ് റൂട്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളും കൊടുമുടികൾ കീഴടക്കാനുള്ള പർവ്വതാരോഹക സംഘങ്ങളും ഇവിടെ വർഷം തോറും എത്തുന്നു. എവറസ്റ്റിനു പുറമെ ഹിമാലയൻ കൊടുമുടികളായ ലോട്ട്സെ, മക്കാലോ, അമഡബ്ലം, ചോ ഓയും മുതലായ കൊടുമുടികളും ഈ യാത്രയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. വൈകാതെ വഴിയിലെ ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജിലെത്തി. 2 ചെറിയ കുന്നുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ തൂക്കുപാലം. ഞങ്ങൾ അതുവഴി മുമ്പോട്ട് നടന്നു. തൂക്കുപാലത്തിൻ്റെ ഒരു ഭാഗത്ത് മനോഹരമായ ഒരു താഴ്വാരമാണ്. മറുവശത്താകട്ടെ ചെറിയ ഒരു വെള്ളച്ചാട്ടവും. അത് മരങ്ങൾക്കും കുറ്റിച്ചെടികൾക്കും ഇടയിലൂടെ താഴോട്ട് പതിക്കുന്നു. ഇരുമ്പുവടങ്ങളിൽ ഇരുകരകളെയും ബന്ധിപ്പിച്ചിട്ടുള്ള പാലത്തിൻ്റെ നടക്കാനുള്ള ഭാഗം വലിയ വിടവുകൾ ഇല്ലാതെ സ്റ്റീൽ പാളികളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആളുകൾക്കും ഭാരങ്ങൾ വഹിച്ചു വരുന്ന നാൽക്കാലികൾക്കും കടന്നുപോകാനുള്ള സൗകര്യത്തിനു വേണ്ടിയാണ്. ഇതിനു പുറമെ 9 തൂക്കുപാലങ്ങൾ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിലുടനീളം നമുക്ക് കടന്നു പോവാനുണ്ട്. അതിൽ ചിലത് അല്പം ഭയപ്പെടുത്തുന്നവ കൂടിയാണ്. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിജനമായ ആ പ്രദേശത്തിലൂടെയുള്ള യാത്ര ജീവിതത്തിലെ തന്നെ വേറിട്ട ഒരനുഭവമായി എനിക്ക് തോന്നി. എന്തെങ്കിലും പരിക്കുകൾ സംഭവിച്ചാൽ തന്നെ പെട്ടെന്നുള്ള ഒരു മെഡിക്കൽ സഹായമൊന്നും എവിടെ നിന്നും പ്രതീക്ഷിക്കേണ്ട. ഹിമാലയത്തിലേക്കുള്ള ട്രെക്കിംഗ് ചെയ്യാൻ ഏറ്റവും മികച്ച 2 സീസണുകൾ ശരത്കാലവും വസന്തവുമാണ്. മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളും മൺസൂണിന് ശേഷമുള്ള സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളുമാണ് ഹിമാലയത്തിലേക്കുള്ള ട്രെക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയമായി കണക്കാക്കപ്പെടുന്നത്. എനിക്ക് പുറകിലായി വരുന്നയാളാണ് ഞങ്ങളുടെ പോർട്ടർ ഡേവി. ലുക്ല സ്വദേശിയാണ് അദ്ദേഹം. വളരെക്കാലമായി ഈ ജോലി ചെയ്തു വരുന്നു.
ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കേഴ്സിൻ്റെ അമിതഭാരങ്ങൾ അടങ്ങിയ ലഗേജുകൾ വഹിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ചുമതല. 12-16 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന ട്രെക്കിങ്ങിൽ പോർട്ടർമാരുടെ സേവനം അവിഭാജ്യ ഘടകം തന്നെയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ ഈ ജോലിയിൽ ഏർപ്പെട്ടവരാണ്. നിർത്താതെയുള്ള മലകയറ്റം കാരണം നന്നായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ മദൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു. ഇത് ശരീരത്തിൽ ജലാംശം നിലനിർത്തുകയും ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് തടയാനുമാണ്. വഴിയിലുള്ള കാട്ടുചോലകളിൽ നിന്നാണ് കുടിവെള്ളം സംഭരിക്കുന്നത്. ഇതത്ര ശുദ്ധമല്ലാത്തത് കൊണ്ട് തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ഗുളിക ഉപയോഗിച്ച് ശുദ്ധിവരുത്തിയാണ് കുടിക്കുന്നത്. പാറകളിൽ ബുദ്ധമന്ത്രങ്ങൾ എഴുതിവെക്കപ്പെട്ടതായി കാണാം. ഇങ്ങനെ എഴുതിയ പാറകൾ മണിസ്റ്റോണുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പുരാതനമായ ടിബറ്റൻ ബുദ്ധമന്ത്രങ്ങളാണ് മണിമന്ത്രങ്ങൾ. അവ ഇവിടെ ധാരാളമായി പാറകളിലും മതിലുകളിലും ശിലാഫലകങ്ങളിലുമായി എഴുതിവെക്കപ്പെട്ടതായി കാണാം. ഞങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ സൂചനയെന്നോണമാണ് ആ പ്രയർ വീൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വീടുകൾക്ക് മുമ്പിലിരുന്ന് ഗ്രാമീണർ കുശലം പറയുന്നുണ്ട്. ഞങ്ങൾ അവർക്കിടയിലൂടെ മുമ്പോട്ട് നീങ്ങി. ചൗരിക്കർക്ക എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. കിഴക്കൻ നേപ്പാളിലെ സോളുഖുംബു ജില്ലയിലാണ് ഇതിൻ്റെ സ്ഥാനം. കൃഷിയും കന്നുകാലി വളർത്തലുമാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗം. യാക്കുകൾക്കുള്ള പുൽമേടുകൾ എന്നാണ് ചൗരിക്കർക്ക എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. 91 സെൻസസ് പ്രകാരം 2500ഓളം ആളുകളാണ് ഈ പ്രദേശത്തെ മൊത്തം ജനസംഖ്യ. ഈ ആധുനിക കാലത്തും പുറം ലോകവുമായി ബന്ധമില്ലാതെ തികച്ചും പ്രകൃതിയോട് ഇണങ്ങി അവരീ കൊടുമുടികളുടെ താഴ്വാരങ്ങളിൽ ജീവിക്കുന്നു. ഒഴിച്ചുകൂടാൻ കഴിയാത്ത അപൂർവം സന്ദർഭങ്ങളിൽ മാത്രമേ അവർ കാത്മണ്ഡു പോലുള്ള നഗരങ്ങളിലേക്ക് യാത്ര ചെയ്യാറുള്ളൂ. ഭാരിച്ച യാത്രച്ചിലവുകൾ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. ഗ്രാമീണരിൽ അധികവും ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ പ്രയർ വീലുകളും പ്രയർ ഫ്ലാഗുകളും മണിസ്റ്റോണുകളും വഴികളിലുടനീളം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ചോട്ടൻ എന്നറിയപ്പെടുന്ന ബുദ്ധസ്തൂപങ്ങളും ധാരാളമായി നമുക്കിവിടെ കാണാൻ സാധിക്കും. വഴിയരുകിലുടനീളം ബുദ്ധമന്ത്രങ്ങൾ മതിലുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. സഞ്ചാരികൾക്കായി വിവിധ തരത്തിലുള്ള ലോഡ്ജുകൾ ഇവിടെയുണ്ട്. ടീ ഹൗസുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ സഞ്ചാരികൾക്കായി താമസ സൗകര്യവും ഭക്ഷണവും ലഭ്യമാണ്. കരിങ്കല്ലുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ടീ ഹൗസുകൾക്ക് മേൽക്കൂരകൾ ഷീറ്റുകളിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ശൈത്യകാലത്തുള്ള മഞ്ഞുവീഴ്ചയിൽ നിന്നും പ്രതിരോധിക്കാൻ ഉതകുന്നു. പണ്ടുമുതലേ എവറസ്റ്റ് കീഴടക്കാൻ വരുന്ന പര്യവേക്ഷണ സംഘങ്ങൾക്ക് ഗ്രാമീണർ ചായയും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ചെറിയ തോതിൽ നൽകിയിരുന്നു. പിൽക്കാലത്ത് എവറസ്റ്റ് പർവ്വത ടൂറിസം വൻതോതിൽ അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ടീ ഹൗസുകൾ എന്നുള്ളത് അവർക്ക് മുമ്പിൽ ഒരു ഉപജീവന മാർഗമായി മാറി. അതോടെ കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ടീ ഹൗസുകൾ വിപുലീകരിക്കപ്പെട്ടു. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള വഴികളിൽ ഒട്ടുമിക്കയിടത്തും ഇപ്പോൾ ഒരുപാട് ടീ ഹൗസുകൾ ലഭ്യമാണ്. വൈകാതെ 2 പാതകൾ കൂടി ചേരുന്നൊരിടത്തെത്തി. ലുക്ലയിൽ നിന്നും അതുപോലെ സുർക്കയിൽ നിന്നുമുള്ള പാതകൾ കൂടിച്ചേരുന്നൊരിടമാണ് ഇവിടം. നാംചെബസാറിലേക്കുള്ള സൈൻ ബോർഡ് കാണാം. ഞങ്ങളങ്ങോട്ട് തിരിഞ്ഞു. ഒരു കവാടത്തിലൂടെയാണ് ആ ഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടത്. കവാടത്തിനകത്ത് പ്രയർ വീലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി മുമ്പോട്ടു പോയാൽ കുറച്ചധികം ബുദ്ധസ്തൂപങ്ങൾ സ്ഥിതി ചെയ്യുന്ന പവിത്രമായ ഒരു പ്രദേശമാണ്. അതിൻ്റെ സൂചനയെന്നോണമാണ് ഈ കവാടം. മഴ ചാറാൻ തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ പൊടുന്നനെ മാറിമറിയാം. മഞ്ഞും മഴയും വെയിലും ഇവിടെ പ്രവചനാതീതമാണ്. അതുകൊണ്ടുതന്നെ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ ശരീരത്തെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ബാഗുകളിൽ കരുതിയിരിക്കണം. ബേസ് ക്യാമ്പിലേക്കുള്ള പ്രധാന സ്റ്റോപ്പുകളിലെല്ലാം തന്നെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ട്. അഥവാ എന്തെങ്കിലും മറന്നുപോയാൽ തന്നെ ഇവിടെ നിന്നും മേടിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ കാത്മണ്ഡുവിൽ നിന്ന് ഫ്ലൈറ്റ് മാർഗം വരുന്ന ചരക്കുകൾ ഗ്രാമീണർ ചുമടായും നാൽക്കാലികളിലുമായാണ് ഓരോ സ്ഥലങ്ങളിലും എത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഓരോ സാധനങ്ങൾക്കും ഇരട്ടിയിൽ അധികം വില നൽകേണ്ടി വരും. ദൂരം കൂടുന്നതിനനുസരിച്ചു വിലയും കൂടുന്നു. ഒരു വശത്തായി വ്യത്യസ്ത ഘടനകളിലുള്ള ബുദ്ധസ്തൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ വഴി കടന്നു പോകുന്നത്. അതിനു മുമ്പിലായി പ്രയർ ഫ്ലാഗുകളും പ്രയർ വീലുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. ടിബറ്റൻ ബുദ്ധമതത്തിൽ 8 വ്യത്യസ്ത രീതിയിലുള്ള ബുദ്ധസ്തൂപങ്ങളുണ്ടെന്നും മദൻ പറഞ്ഞു. അവയോരോന്നും ശ്രീ ബുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംഭവത്തെ പരാമർശിക്കുന്നതാണ്. ചൗരിക്കർക്കയും പിന്നിട്ടു ഞങ്ങൾ മുമ്പോട്ട് നടന്നു. അടുത്ത ഗ്രാമമായ ചെപ്ലങ്ങിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ലൊരു കയറ്റം തന്നെയാണ് മുമ്പോട്ട്.
നമ്മുടെ ശാരീരികക്ഷമത നന്നായി പരീക്ഷിക്കപ്പെടുന്ന ഒരു ട്രെക്കിംഗ് കൂടിയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള ട്രെക്കിംഗ്. അതുകൊണ്ടുതന്നെ ട്രെക്കിങ്ങിനു പുറപ്പെടുന്നതിനു മുമ്പ് നല്ലൊരു പരിശീലനം നടത്തുന്നത് വളരെയധികം നിങ്ങൾക്കു ഫലം ചെയ്യും. അങ്ങകലെ മലമുകളിൽ നിന്നും കോടമഞ്ഞു താഴ്വരകളെ മൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഫാക്ഡിങ്ങിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഇന്നവിടെ എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും ഇരുട്ടുമൂടുന്നതുവരെ മുമ്പോട്ടു പോവാൻ തന്നെ തീരുമാനിച്ചു ഞങ്ങൾ നടത്തം തുടർന്നു. വഴിയുടെ ഇരുവശങ്ങളിലുമായി 2 വലിയ പ്രയർ വീലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. മുന്നിലുള്ള ആ മലയുടെ അടിവാരത്ത് ഒരു പുരാതന മോണസ്ട്രി സ്ഥിതി ചെയ്യുന്നുണ്ട്. ചെപ്ലങ് ഗ്രാമത്തിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. നേരം സന്ധ്യമേങ്ങി തുടങ്ങി. ഇനിയധികം മുമ്പോട്ടു പോകാൻ കഴിയാത്തതുകൊണ്ട് അടുത്ത ഗ്രാമമായ തടകോശിയിൽ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം എന്നു ഞങ്ങൾ തീരുമാനിച്ചു. ഗ്രാമീണർ വലിയ കുട്ടകളിൽ ഭാരങ്ങൾ ചുമന്നു ഞങ്ങൾക്ക് എതിരിലായി കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ വഴിയിലെ 2ാമത്തെ സസ്പെൻഷൻ ബ്രിഡ്ജിലെത്തി. ബ്രിഡ്ജിന്റെ ഒരു വശത്തായി വലിയ തോതിൽ മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട്. ഇത് മനസ്സിൽ ചെറുതായി ഭീതി പടർത്തുന്ന ഒരു കാഴ്ചയാണ്. മണ്ണിടിച്ചിൽ നടന്നതുകൊണ്ടുതന്നെ ഈ ബ്രിഡ്ജ് മഡ്സ്ലൈഡ് ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇരുട്ട് കാഴ്ചയെ പൂർണ്ണമായും മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. മുമ്പോട്ട് ഒന്നും തന്നെ വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥ. ലുക്ലയിൽ നിന്നാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നതെങ്കിൽ ഇതായിരിക്കും ആദ്യത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ്. പാലം കടന്നു ഞങ്ങൾ തടകോശിയിൽ എത്തിച്ചേർന്നു. ഷെയർപാസ് വ്യൂ പോയിന്റ് എന്ന പേരിലുള്ള ഒരു ടീ ഹൗസിലാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം താമസിക്കാനുള്ള മുറി തിരഞ്ഞെടുത്തത്. തടിയിലും ഷീറ്റിലും നിർമ്മിച്ചിട്ടുള്ള ആ ടീ ഹൗസിന്റെ ഉൾവശം വളരെ മനോഹരമായി തോന്നി. 2 പേർക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള മുറികളാണ് മിക്കതും. ഒരു നീണ്ട ട്രെക്കിങ്ങിന്റെ ക്ഷീണം കാരണം ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ കിടന്നു. യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 5ാമത്തെ ദിവസമാണ്. രാവിലെ എണീറ്റു പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തു ട്രെക്കിങ്ങിനായി ഞാൻ തയ്യാറെടുത്തു. പ്രകൃതിരമണീയമായ തടകോശിയിലെ തണുത്ത പ്രഭാതം. ഇന്നലെ രാത്രിയുടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു കയറി വന്നതാണ്. അതുകൊണ്ടുതന്നെ ഇപ്പോഴാണ് ഈ പ്രദേശത്തിന്റെ ഭംഗി മനസ്സിലാവുന്നത്. ഇന്നലെ ട്രെക്കിംഗ് ഫാക്ഡിങ് വരെയായിരുന്നെങ്കിലും എത്താൻ സാധിച്ചില്ല. അതുകൊണ്ടുതന്നെ ഇന്നൊരു നീണ്ട നടത്തം തന്നെയുണ്ട്. ഇന്നലെ എത്തിച്ചേരേണ്ട ഫാക്ഡിങ്ങും കടന്നുവേണം ഇന്നത്തെ സ്റ്റോപ്പായ നാംചെ ബസാറിൽ എത്തിച്ചേരാൻ. 12 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇന്ന് നടന്നെത്താൻ. സമുദ്രനിരപ്പിൽ നിന്നും 3500ഓളം മീറ്റർ ഉയരത്തിലാണ് നാംചെ ബസാർ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ നാളെ നാംചെ ബസാറിൽ ഒരു ദിവസത്തെ അക്ലിമറ്റൈസേഷൻ ഡേയുണ്ട്. നമ്മുടെ ശരീരം ഹൈ ആൾട്ടിറ്റ്യൂഡ് കാലാവസ്ഥയോട് പൊരുത്തപ്പെടാൻ വേണ്ടിയാണത്. ഇനിയുള്ള യാത്ര കുറച്ചധികം ബുദ്ധിമുട്ടേറിയതാവും. ഞങ്ങൾ തടകോശി പിന്നിട്ട് അടുത്ത ഗ്രാമമായ ഘട്ടിലേക്ക് പ്രവേശിച്ചു. ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായി തൻ്റെ കുതിരകളെ തയ്യാറാക്കുന്ന ഒരു ഗ്രാമവാസിയെ കാണാം. അകലെ ഒരുപാട് ടീ ഹൗസുകൾ നിരയായി കാണുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2540 മീറ്റർ ഉയരത്തിലാണ് ഘട്ട് എന്ന ഈ ഗ്രാമം. കുംഭുമേഖലയുടെ പ്രകൃതി ഭംഗിയാൽ ചുറ്റപ്പെട്ട ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ അന്തരീക്ഷം ആയതുകൊണ്ടുതന്നെ ആദ്യ ദിവസത്തെ ട്രെക്കിംഗ് ഘട്ടിൽ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതുകൊണ്ടുതന്നെ കുറേയധികം ടീ ഹൗസുകളുടെ സൗകര്യം ഇവിടെ സഞ്ചാരികൾക്കായി ലഭ്യമാണ്. ഷേർപ്പ ജനതയുടെ പരമ്പരാഗത വാസ്തുവിദ്യയാണ് ഘട്ട് നമുക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. കഠിനമായ പർവ്വത കാലാവസ്ഥയെ ചെറുക്കുന്ന തരത്തിലാണ് വീടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഉറപ്പുള്ള ഭിത്തികളും കനത്ത മഞ്ഞുവീഴ്ച പ്രതിരോധിക്കാൻ ചെരിഞ്ഞ മേൽക്കൂരകളുമുണ്ട്. ഘട്ടിലെ ഒരു പ്രധാന ഹെറിറ്റേജ് ഏരിയയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത്. ഒരു വശത്തായി നിരവധി പ്രയർ വീലുകൾ സ്ഥാപിച്ചിരിക്കുന്ന ടിബറ്റൻ വാസ്തുരീതിയിലുള്ള കുടിലുകൾ നിരനിരയായി കാണാം. പ്രയർ വീലുകൾ അധികവും കാലപ്പഴക്കം ചെന്നവയാണ്. ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻ പോയിന്റ് കൂടിയാണ് ഇവിടം. ഇതൊക്കെ കൊണ്ടുതന്നെ യുനെസ്കോയുടെ പൈതൃക ഗ്രാമങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഘട്ട് എന്ന ഈ കൊച്ചു ഗ്രാമം. വഴി 2ആയി തിരിയുന്നുണ്ട്. വലത്തോട്ട് കയറ്റം കയറി വേണം മുമ്പോട്ട് പോവാൻ. വഴികളുടെ മധ്യത്തിലായി ബുദ്ധമന്ത്രങ്ങൾ എഴുതിവെക്കപ്പെട്ട ശിലാപാളികളിൽ നിർമ്മിച്ചിരിക്കുന്ന ഗോപുരങ്ങൾ കാണാം. അവക്കരുകിലൂടെ ഞങ്ങൾ മുമ്പോട്ടുള്ള കയറ്റം കയറി. അകലെ ഒരു ബുദ്ധസ്തൂപം കാണാം.
ഞങ്ങൾ ആ കയറ്റം കയറി ബുദ്ധസ്തൂപത്തിൻ്റെ അടുത്തെത്തി. അതിനു ചുറ്റും പ്രയർ വീലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതു കറക്കി ഞങ്ങൾ മുമ്പോട്ടുള്ള യാത്ര തുടർന്നു. ഒത്തിരി ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഇടയ്ക്കുള്ള വിശ്രമം നന്നേ കുറവായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ കരിങ്കൽ പാകിയ വഴിയാണ് മുമ്പോട്ട്. ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയേറെ സഞ്ചാരികൾ ഇതുവഴി കടന്നുപോയിട്ടും ആരും തന്നെ അലക്ഷ്യമായി മാലിന്യങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനു പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നത് ഓരോ ഗ്രൂപ്പുകളുടെയും ഗൈഡുകളാണ്. അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം സഞ്ചാരികൾക്കുള്ള നിർദ്ദേശങ്ങളും നൽകുന്നു. മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായി വഴിയരികിൽ സൗകര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. കരിങ്കല്ലിൽ തീർത്ത ഇവ തീർത്തും പ്രകൃതിയോട് അനുയോജ്യമായവയാണ്. മുമ്പോട്ട് വലിയ ഒരു ഇറക്കമാണ്. ഇറക്കം കഴിഞ്ഞു നാം എത്തുന്നത് ദൂദ് കോശി വാലിയിലേക്കാണ്. അകലെ നിന്നു തന്നെ ദൂദ് കോശി വാലി കാണാം. ഗ്രാമീണർ വലിയ കുട്ടകളിൽ ഭാരങ്ങൾ വഹിച്ചു ഞങ്ങൾക്ക് എതിരിലായി കയറ്റം കയറി വരുന്നുണ്ട്. കുട്ടകളിലെ ഭാരം എത്രയായാലും തന്നെ അത് നെറ്റിയിൽ കൊളുത്തിയാണ് അവരിൽ മിക്ക ആളുകളും കൊണ്ടുപോകുന്നത്. ഇത് നമ്മെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാലാവസ്ഥ ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അന്തരീക്ഷം ഇപ്പോഴും മൂടിക്കെട്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടുതന്നെ മഞ്ഞണിഞ്ഞ പല കൊടുമുടികളുടെയും കാഴ്ചകൾ മറഞ്ഞിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാവുമെന്നും തെളിഞ്ഞ ആകാശമായിരിക്കും എന്നുമാണ് കാലാവസ്ഥ റിപ്പോർട്ട്. ആ ഒരു പ്രതീക്ഷയിലാണ് എൻ്റെ യാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങകലെ ദൂദ് കോശി നദി പതഞ്ഞൊഴുകുന്നതിൻ്റെ ഇരമ്പൽ കേൾക്കാം. മൂടൽമഞ്ഞിൻ്റെ തണുപ്പിൽ ആ താഴ്വരയിലൂടെയുള്ള നടത്തത്തിന് ഒരു പ്രത്യേക അനുഭൂതി തോന്നി. മലനിരകളാൽ ചുറ്റപ്പെട്ട് പച്ചപ്പുതച്ചു നിൽക്കുന്ന ആ താഴ്വര വളരെയധികം മനോഹരമായി കാണപ്പെട്ടു. ആ താഴ്വരയും പിന്നിട്ടു ഞങ്ങൾ മുമ്പോട്ടു നീങ്ങി. വഴിയുടെ ഒരു വശത്തായി ഇപ്പോൾ ഒരുപാട് പൈൻമരങ്ങൾ കാണാം. അതിനിടയിലൂടെ ദൂദ് കോശി നദിയിലേക്കൊഴുകുന്ന കാട്ടുചോലകൾ കാണുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഫാക്ഡിങ്ങിൽ എത്താറായിരിക്കുന്നു. വഴിയുടെ അരുകിലായി മനോഹരമായ ഒരു റിസോർട്ട് കാണുന്നുണ്ട്. ഇവിടെ ലക്ഷറി സൗകര്യങ്ങളോട് കൂടിയ റിസോർട്ടുകൾ മുതൽ സാധാരണക്കാർക്കുള്ള ടീ ഹൗസുകൾ വരെ ലഭ്യമാണ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചു നമുക്ക് റൂമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങകലെയായി മറ്റൊരു ദിശയിലേക്കായി ഒരു തൂക്കുപാലം കാണുന്നുണ്ട്. ഇതുപോലുള്ള തൂക്കുപാലങ്ങളാണിവിടെ ഓരോ പ്രദേശങ്ങളെയും ബന്ധിപ്പിക്കുന്നത്. വൈകാതെ ഞങ്ങൾ ഫാക്ഡിങ്ങിൽ എത്തിച്ചേർന്നു. ഇന്നലെ എത്തേണ്ടിയിരുന്ന സ്റ്റോപ്പാണ് ഫാക്ഡിങ്. പക്ഷേ രാത്രി ഇരുട്ടിയത് കാരണം യാത്ര തടക്കോശിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പില്ല. ഇന്നത്തെ ലക്ഷ്യം ഷേർപ്പകളുടെ ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന നാംചെ ബസാറാണ്. അടിസ്ഥാന രീതിയിലുള്ള ഹോം സ്റ്റേ മുതൽ 4 സ്റ്റാർ ലക്ഷറി ഹോട്ടലുകൾ വരെയുള്ള 25ഓളം ഹോട്ടലുകൾ ഫാക്ഡിങ്ങിലുണ്ട്. ഒരു സമയം പരമാവധി 300 വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ ഈ ഗ്രാമത്തിന് കഴിയും. ഖുംബു മേഖലയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഫാക്ഡിങ്. 1979 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളിൽ ഒന്നായ ഇത് ലുക്ലയുടെ വടക്കും മോൻജോയുടെ തെക്കുമായി ദൂദ് കോശി നദീതടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമീണരിൽ കൂടുതലും ഷെർപ്പ തമാങ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവരെല്ലാം തന്നെ ടിബറ്റൻ ബുദ്ധമത വിശ്വാസികളാണ്. ഞങ്ങൾ നാംചെ ബസാർ ലക്ഷ്യമാക്കി മുമ്പോട്ട് നടന്നു.